നിങ്ങളുടെ ഏവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഇതേ കേസിൽ പിടികൂടിയില്ലേ? ആങ്കർക്ക് അവരുടെ പേരെങ്കിലും പറയാൻ കഴിയുമോ? എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആങ്കർ സമ്മതിക്കണം, യൂത്ത് കോൺഗ്രസിന്റെ പറയാൻ താങ്കൾ തയ്യാറാകണം. നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആവുന്നത് എന്ത് ഘട്ടമാണ്? അത് നിങ്ങളുടെയോ നിങ്ങളുടെ പങ്കാളികളുടെയോ പിഴവ് കൊണ്ടാവാം. താങ്കൾ തയ്യാറാകണം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിൽ അങ്ങനെ ഒരു നേതാവിനെതിരെ നിങ്ങളുടെ പോലീസ് FIR ഇട്ട് പിടികൂടിയെങ്കിൽ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു. ജെയ്സി തോമസ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പറ, ആ പേര് പറ, അയാൾക്കെതിരെ എടുത്ത FIR പറ, ഞാൻ ഇപ്പൊ പുറത്താക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. ചുമ്മാ ഇവിടെ വന്നങ്ങ് ഡംപടിച്ചു പോകരുത്. നിങ്ങൾ പറ, അത് ഉത്തരം പറ, അത് പേര് പറ, FIR നമ്പർ പറ, ഞാൻ ഇപ്പൊ പുറത്താക്കാം. ഒന്ന് പേര് പറഞ്ഞേ. പോലീസ് FIR ഇട്ട് പിടികൂടിയിട്ടുണ്ട് ജെയ്സി തോമസിന് എന്തെങ്കിലും മാന്യതയുടെ അംശം ഉണ്ടെങ്കിൽ ആ പേരൊന്ന് പറഞ്ഞേ, ഞാൻ ഇപ്പൊ പുറത്താക്കാം. അപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രതിനിധി മാന്യതയുടെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും സർട്ടിഫിക്കറ്റ് എനിക്ക് അച്ചടിച്ച് അവിടെ കക്ഷത്തിൽ കൊണ്ടുവന്ന് നടക്കുകയാണ്. ഞാൻ ചോദിക്കുമ്പോൾ അതൊക്കെ എടുത്ത് നൽകാൻ. എന്തായാലും മാന്യതയുടെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും സർട്ടിഫിക്കറ്റ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നന്നായിട്ട് അറിയായിരുന്നു ഈ തൊണ്ടക്കറി കുരുങ്ങി. അത് വിടേണ്ട ഗതികേട് കേരളത്തിലെ എന്ന് അല്ല. നിക്ക്, ഞാൻ പറയട്ടെ. എന്തോരം പഠിച്ചു? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. സംസ്ഥാന സെക്രട്ടറിയെ പിടികൂടി പേര് പറ. ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല, അതുകൊണ്ട് പേര് പറ. അല്ല, ഒരു സെക്കൻഡ്, അങ്ങനെ പറയാൻ സൗകര്യമില്ലേ? ഞാനൊന്നും ഓർക്കുന്നില്ല. അങ്ങനെ പറയാൻ സൗകര്യമില്ലേ? പിന്നെ എന്തർത്ഥത്തിലാണ് നിങ്ങൾ ഇവിടെ വന്നൊരു ആരോപണം ഉന്നയിക്കുന്നത്? ചോദിക്കേ, എന്തർത്ഥത്തിലാണ് ആരോപണം ഉന്നയിക്കുന്നത്? ഇല്ല, സൗകര്യമില്ല. എന്നെ കൊല്ലടി കൊല്ല്. ഞാൻ പോകുന്നു. ബൈ.